88 ഏക്കറിലായി 6.4 ലക്ഷം ചതുരശ്ര മീറ്ററിൽ ഒരു ബസ് സ്റ്റാൻഡ്. പുതുവർഷ പൊങ്കൽ സമ്മാനമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് കിലാംബക്കം ബസ് ടെർമിനൽസ് ഉദ്ഘാടനം ചെയ്തത്. നഗരത്തിലെ ഏറ്റവും വലിയ ബസ് ടെർമിനൽസായി കിലാംബക്കത്തെ കലൈഞ്ചർ സെന്റിനറി ബസ് ടെർമിനൽസ് എല്ലാവിധ നവീന സൗകര്യങ്ങളോടും കൂടിയാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത്. നിർമ്മാണം തുടങ്ങി 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നഗരത്തിലെ ബസ് സർവീസ് കേന്ദ്രം കോയമ്പാട് നിന്ന് മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് കിലാംബക്കത്ത് പുതിയ ബസ് ടെർമിനൽസ് തുടങ്ങിയത്. ഒരേ സമയം 220 ദീർഘദൂര STC ബസ്സുകളെ വരെ ഇവിടെ ഉൾക്കൊള്ളാനാകും. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കോയമ്പേടിയിൽ നിന്ന് 31 കിലോമീറ്റർ അകലെയാണ് ചെങ്കൽപ്പേട്ട് ജില്ലയുടെ ഭാഗമായുള്ള കിലാംബാക്കം. നഗരത്തിൽ താമസിക്കുന്നവർക്ക് കിലാംബാക്കത്തേക്ക് എത്താനും തിരിച്ചു പോകാനുമുള്ള സൗകര്യത്തിനായി വിവിധ ഇടങ്ങളിലേക്ക് MTC ബസ്സുകൾ സർവീസും നടത്തുന്നു. നിലവിൽ വിമാനത്താവളം വരെയുള്ള മെട്രോ സർവീസ് കിലാംബാക്കത്തേക്ക് കൂടി നീട്ടുന്നതോടെ യാത്ര കൂടുതൽ എളുപ്പമാകും. ബസ് ടെർമിനൽസിന്റെ ഭാഗമായി 2000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഫുഡ് പ്ലാസ, കടകൾ, യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കുമുള്ള ഡോർമിറ്ററി, ക്ലോക്ക് റൂം തുടങ്ങി സൗകര്യങ്ങളുണ്ട്. ശരാശരി 3 ലക്ഷം പേർ ദിവസേന എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാർ, ഇരുചക്ര വാഹനം എന്നിവയുടെ പാർക്കിംഗിനായി ബേസ്മെന്റിൽ സൗകര്യമുണ്ട്. കോയമ്പേട് ബസ് സ്റ്റാൻഡിലെയും തെക്കൻ ചെന്നൈയിലെയും തിരക്ക് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 2019 കിലാംബാക്കത്ത് ടെർമിനസിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. IELTS ഇല്ലാതെ UK-ൽ പഠനം. കൂടാതെ UK മാത്രമല്ല, കാനഡ, ഓസ്ട്രേലിയ, US എവിടെയും പഠിക്കാം. ഫ്രീ വിസ അസിസ്റ്റൻസ്, ഈസി ആപ്ലിക്കേഷൻ പ്രോസസ്, നോ സർവീസ് ചാർജ്. അപ്ലൈ നൗ. മാർക്ക് ഇന്റർനാഷണൽ 9363575984.